നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. സർക്കാർ രൂപീകരണത്തിന് അവകാശമുന്നയിച്ച് ഗവർണർക്ക് കത്ത് കൈമാറി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ രൂപീകരണത്തിന് അനുമതി നൽകി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ടീം നിതീഷ് കുമാറിൻ്റെ ആരോഹണം അത് ഏത് രീതിയിൽ ആഘോഷിക്കാനാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്? അനിൽനമ്പ്യാർ, നാളെ രാവിലെ 11:30 ഗാന്ധി പാർക്കിൽ, പട്നയിലെ ഗാന്ധി പാർക്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായിട്ട് വലിയ വിപുലീകരണം, വലിയ ഒരു ആഘോഷം അല്ലെങ്കിൽ വലിയ വിപുലമായ ചടങ്ങുകളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരുണ്ടാകും. ഒപ്പം തന്നെ MOSമാർ കൂടുതലായി ഉണ്ടാകും. ഇതിനു പുറമെയാണ് ഈ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും BJPയുടെ മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ഏതാണ്ട് 2 ലക്ഷത്തോളം ആൾക്കാർ ഈ ചടങ്ങിൻ്റെ ഭാഗമാകും, സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു പുറമേ തന്നെ ഇന്നിപ്പോൾ രാത്രി 8:30 തന്നെ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാകും ചർച്ചയാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ നിതീഷ് കുമാറിനൊപ്പം ഏതാണ്ട് 20 മന്ത്രിമാരോളം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. സാമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കൂടാതെ 18 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെ കീ പോസ്റ്റുകൾ, അതായത് നിർണായകമായ മന്ത്രിസ്ഥാനങ്ങളൊക്കെ തന്നെ BJPക്കാകും. ഒപ്പം തന്നെ JDUവും അത് പങ്കിടുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഒപ്പം BJPക്ക് ഏതാണ്ട് 15ഓളം മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും, അതേപോലെ തന്നെ JDUവിന് ഏതാണ്ട് 17 മുതൽ 14 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം LJPക്ക് 3ഉം HAMനും അതേപോലെ തന്നെ RLMനും ഓരോ മന്ത്രിസ്ഥാനം വീതം ഉണ്ടാകുമെന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾക്കാണ് ഇന്നിപ്പോൾ അമിത്ഷാ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അർഹമായ പരിഗണന എല്ലാ മേഖലകളിലും ഉണ്ടാകുമെന്നുള്ളതും ലഭ്യമായ വിവരങ്ങളാണ്. അതായത് ജാതി സമവാക്യങ്ങൾ കൃത്യമായി പരിശോധിച്ചായിരിക്കും മന്ത്രിസഭാ രൂപീകരണം. ഒപ്പം തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും അർഹമായ പരിഗണന ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുമെന്നുള്ളത് ഇതിനോടകം തന്നെ ചിരാഗ് പസ്വാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ വളരെ വിപുലമായ ഒരു ചടങ്ങാണ് നാളെ ഈ മന്ത്രിസഭാ രൂപീകരണം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം നിതീഷ് കുമാർ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ്ഭവനിലെത്തി കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൈമാറിയിട്ടുണ്ട്. നന്ദൻ, മുഖ്യമന്ത്രി നിതീഷ് കുമാറും മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. സർക്കാർ രൂപീകരണത്തിന് അവകാശമുന്നയിച്ച് ഗവർണർക്ക് കത്ത് കൈമാറി. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തം RCBക്കെന്ന് കുറ്റപത്രം. CID തയ്യാറാക്കിയ കുറ്റപത്രത്തിലാണ് പരാമർശമുള്ളത്. 11 പേർ മരണപ്പെട്ട ദുരന്തത്തിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയിരുന്നില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സംഘാടനത്തിലും ആസൂത്രണത്തിലും വീഴ്ചയുണ്ടായി. IPL കിരീടം നേടിയ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന് നൽകിയ സ്വീകരണത്തിനിടെയായിരുന്നു ദുരന്തമുണ്ടായത്. 50-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. 2200 പേജുകളുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയത്. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും.